ഈ അടുത്ത് നമ്മളൊക്കെ വിഷമത്തിലാക്കിയ ഒരു വാർത്തയാണ് കലാഭവൻ നവാസിന്റെ മരണം. ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ സമൂഹത്തിനെന്ന പോലെ തന്നെ അവരുടെ കുടുംബത്തിനും അതൊരു തീർത്താ തീരാത്ത വേദനയാണ്. 51 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കലാഭവൻ നവാസിന്റെ മരണ കാരണം ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരുന്നു. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് എല്ലാവരും എത്തിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്നാൽ ഈ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഹാർട്ട്, ഹാർട്ടിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, ഹാർട്ടിലുണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, ഹാർട്ടിന് അസുഖം വരാതെ എങ്ങനെ സൂക്ഷിക്കാം, ഹാർട്ടിന് അസുഖം വന്നാൽ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടും എന്നാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യത്തെ ഈ ഒരു പാർട്ടിൽ പറയുന്നത് ഹാർട്ടിന്റെ ഫംഗ്ഷനും ഹാർട്ടിന്റെ സ്ട്രക്ചറുമാണ്. ഒരു ഗർഭസ്ഥ ശിശുവിന്റെ ജനനം മുതൽ ഒരാളുടെ മരണം വരെ ഹാർട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഇത്തരം അവയവങ്ങൾ മടികൂടാതെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടും മരണത്തിന് കീഴടങ്ങാതെയും ഇരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ബ്ലഡ് പമ്പിംഗ് ആണ്. നമ്മുടെ ശരീരത്തിലെ അശുദ്ധ രക്തത്തിനെ ലങ്സിലേക്ക് കടത്തിവിടുകയും ലങ്സിൽ നിന്ന് ശുദ്ധരക്തത്തിനെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പാർട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അശുദ്ധ രക്തം അല്ലെങ്കിൽ ഡീഓക്സിനേറ്റഡ് ബ്ലഡ് എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ കൂടുതലായി കാണപ്പെടുക. ശുദ്ധരക്തം അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് വെച്ചാൽ ഓക്സിജൻ റിച്ച് ആയിരിക്കും ബ്ലഡിൽ. ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യൽ ഹാർട്ടിന്റെ അടുത്തൊരു ഫംഗ്ഷനാണ്. അതുപോലെ ഹാർട്ട് ബീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹാർട്ടിന് തന്നെ സ്വന്തമായിട്ടൊരു പേസ് മേക്കർ ഉണ്ട്. അതിന്റെ പേരാണ് SA നോഡ്.